ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ അതേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായയൊക്കെ എടുത്ത് ബാൽക്കണിയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് നേരം ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് പുട്ടും ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ വേഗം നോക്കാം. പിന്നെ ഇന്ന് ഷർഫൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവാൻ സാധ്യതയുള്ള ദിവസമാണ്. കാരണം ഷർഫൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഷർഫുഖാൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കാനും ഷർഫുഖാനെ പറഞ്ഞയക്കാനും ഷർഫുഖാനെ കൊണ്ടുപോകാനൊക്കെ പോകാനുള്ളതുകൊണ്ട് കുറച്ച് സമയം ലേറ്റ് ആവാൻ ചാൻസ് ഉള്ള ദിവസമാണ് കേട്ടോ. ഷർഫൊക്കെ ഉള്ള ദിവസമാകുമ്പോൾ അങ്ങനെ അല്ലാഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിൽ പോവാം. ഷർഫൊക്കെ ഉണ്ടാകുമ്പോൾ ഷർഫുഖാൻ്റെ കാര്യങ്ങളും കൂടെ നോക്കുന്ന സമയം കൊണ്ട് കുറച്ചൊന്നും നേരം വൈകുന്നേ ഉള്ളൂ. അപ്പോൾ അതേ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി. അപ്പോൾ ഇത് രാത്രിയിലെ പാത്രങ്ങളാട്ടോ, അറിയാമല്ലോ. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ക്ഷീണമാവും. അപ്പോൾ പിന്നെ ഞാനതൊന്നും കഴുകാൻ നിൽക്കാറൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ് കഴുകാറ്. അപ്പോൾ പാത്രങ്ങളൊക്കെ വേഗം കഴുകി. പിന്നെ പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ക്ലീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാഷിങ് അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ തിരക്കിട്ട പണികളെന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ യൂണിഫോം അയൺ ചെയ്യുക, എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യുക. ഷർഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷർഫിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കണം. കൊണ്ടുപോകാനുള്ളത് ഇപ്പോൾ ഇടാനുള്ളത്, പിന്നെ ഡ്രസ്സുകളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് ഷർഫിൻ്റെത്, അതെല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ. അങ്ങനെ നമ്മൾ രാവിലത്തെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജോലി തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്ന് ആദ്യം തന്നെ എനിക്ക് ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഷീറ്റിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അതായത് എല്ലാവരുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വർക്ക് ഷീറ്റ് എടുക്കുകയാണ്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വർക്ക് സ്റ്റാറ്റസൊക്കെ ഒന്ന് അന്വേഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഇന്ന് ചെയ്യാനുള്ള മറ്റുള്ള കാര്യങ്ങൾ, ചില സമയങ്ങളിൽ ആരെങ്കിലുമൊക്കെ ക്ലയൻസിനെ വിളിക്കാനുണ്ടാവും, ഡീറ്റെയിൽസ് എടുക്കാനുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതെല്ലാമായിട്ട് അങ്ങനെ രാവിലത്തെ കുറച്ച് തിരക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മണിയായപ്പോൾ ലഞ്ച് ബ്രേക്കായി. ഞാൻ ബ്രെഡ് ഓംലെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിന്ന് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും 1 മണിയായപ്പം പോയി. ഞാൻ 1:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ അതാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് കുറച്ച് വ്യൂസൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന കാറ്റൊക്കെ കൊണ്ട് സാവധാനം ഫുഡൊക്കെ കഴിച്ച് മെല്ലെ തിരിച്ച് വരികയാണ്. ഇനി നമുക്കിന്ന് കുറച്ചധികം ജോലിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര കൂടുതൽ
ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല തിരക്കിട്ട പണിയിലാണ്. പിന്നെന്താ പറയുക, ഇന്ന് പിന്നെ കാര്യമായിട്ട് അങ്ങനെ അത് വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്ന് കുറച്ച് പറഞ്ഞല്ലോ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മാത്സ് മാത്രം ഒരു ഒഴിവ് കിട്ടിയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞൊരു 3:30 ഒരു 4-4:30 ആയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ നമ്മുടെ നേരെ ഓഫീസിൻ്റെ ബിൽഡിങ്ങിന് താഴെ തന്നെ നല്ല ചൂടുള്ള പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒരു ബ്രൗണി കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നല്ല പലഹാരമാണ് കേട്ടോ ഉള്ളതൊക്കെ നല്ല ചൂടായിട്ട് കിട്ടും. അപ്പോൾ നല്ല ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ റെൻറ്റ് കൊടുക്കാനുള്ള ക്യാഷൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററാണ്. അപ്പം ഇതിൽ നമുക്ക് സാലറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്ററായിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അതിനുശേഷം പിന്നെ നമ്മൾ ബുധനാഴ്ച നമുക്ക് ചെറിയൊരു ടോക്ക് ഷോ ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 6 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 10 to 6 ആണ് നമ്മുടെ ടൈം. എന്നാലും 6:10 ആവും ചില ദിവസങ്ങളിൽ ഇറങ്ങാൻ, ചില ദിവസങ്ങളിൽ 5:45 ആകുമ്പോൾ ഇറങ്ങും. അത് വർക്കിനനുസരിച്ചിട്ട് ചില ദിവസം എന്നോട് നേരത്തെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം പറ്റുകയാണെങ്കിൽ ഞാൻ 5:45 ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 6 മണി 6:15 ആവും ചില ദിവസങ്ങൾ, 6:10 ചില ദിവസം ഇറങ്ങും. അത് അന്നത്തെ ദിവസം പോലെ. പിന്നെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് നോക്കുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം ഇന്ന് പഠിക്കുന്നത് കാര്യമായിട്ടൊന്നും അങ്ങനെ വലിയ പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ ഞാൻ പിന്നെ NCERT ജിയോഗ്രഫി ഒരു 7 ചാപ്റ്ററാണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ എൻ്റെ കയ്യിലുള്ള പോർഷൻ എന്ന് പറയുന്നത് 7 ചാപ്റ്റേഴ്സാണ്. ഈ 7 ചാപ്റ്റേഴ്സ് ഞാൻ പെട്ടെന്ന് വായിച്ചു തീർത്തു. കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഞാൻ കുറേ 2-3 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ പഠിച്ചു വെച്ചാണ്. അപ്പോൾ ഇതൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്, കാരണം എനിക്ക് കൂടുതൽ പഠിക്കാതിരിക്കാൻ പറ്റില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടങ്ങ് വായിച്ചു. ഓടിച്ചിട്ടൊന്ന് വായിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തന്നെ കേട്ടോ വായിച്ചത്. ഓടിച്ചങ്ങ് വായിച്ചു. ഈ ഒരു 7 ചാപ്റ്ററും കംപ്ലീറ്റ് വായിച്ച് തീർത്തതിന് ശേഷം ഞാൻ കിടന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.